നമസ്കാരം. സിനിമാ മേഖലയിൽ നിന്നുള്ള കടുത്ത ആരോപണങ്ങളും വാർത്തകളും കേസുകളും ഒക്കെ കേട്ടും കണ്ടും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഇങ്ങനെയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുകയും അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങളെ അത് നേരിടുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു പോലീസ് സംഘത്തെ തന്നെ രൂപീകരിക്കുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലേക്ക് നയിച്ച അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തുന്നതിന് ധൈര്യം നൽകിയ വസ്തുത. ആ ആരോപണങ്ങൾ പലതും പോലീസിന് മുന്നിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തും വിധത്തിൽ സാധാരണ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി പരാതിക്കാരെ കണ്ടെത്തി പരാതി ശേഖരിച്ച് അവർക്കുകൂടി അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആസൂത്രിതമായി തന്നെ പോലീസ് ഗുണകരമായി ആധുനിക സമൂഹത്തിന് ചേർന്ന വിധത്തിൽ സമീപനം സ്വീകരിക്കും എന്നാണ് കരുതുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചെയ്തതുപോലെ അത്തരത്തിലുള്ള നടപടികളിൽ ഉണ്ടായ ധൈര്യത്തെ തുടർന്ന് ഒരുപക്ഷെ വലിയ സാമൂഹ്യ പിന്തുണ കിട്ടുന്ന സാഹചര്യത്തിൽ പലരും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ ഈ വീഡിയോയുമായി വരുന്നത് 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. ഒന്ന്, AMMA എന്ന താരസംഘടനയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. ചില പെണ്ണുങ്ങൾ തന്നെ ധൈര്യപൂർവ്വം രംഗത്ത് വരുന്ന കാഴ്ച കാണുന്നുണ്ട്. രണ്ടാമത്തേത്, രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന സാഹചര്യമാണ്. രാഷ്ട്രീയ രംഗത്ത് തന്നെ മുകേഷ് മുതൽ ചന്ദ്രശേഖരൻ വക്കീൽ വരെ കോൺഗ്രസിനെ പോലും പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിലുള്ള സാഹചര്യമുണ്ട്. മൂന്നാമത്തേത്, രാഷ്ട്രീയത്തിൽ ഏതറ്റം വരെയും പോയി സിനിമയുടെ സാധ്യതകളെ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി അവസ്ഥയാണ്. ഉദാഹരണത്തിന് സുരേഷ് ഗോപിക്ക് ഒന്നും പറയാൻ പറ്റാത്ത നിലയിലാണ്. സുരേഷ് ഗോപിയുടെ ക്ഷോഭം ഇന്ന് കേരളം കണ്ടിരിക്കുകയാണ്. ആ ക്ഷോഭത്തെ കൂടി പരാമർശിച്ചുകൊണ്ട് അമ്മയുടെ നേതൃമാറ്റത്തിൻ്റെ സാഹചര്യം എവിടെ ചെന്നെത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം AMMA അമ്മ എന്ന സംഘടനയുടെ നേതൃമാറ്റമാണ്. സിദ്ദിഖ് രാജിവെച്ചു. സിദ്ദിഖ് വരുമ്പോഴേ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആകുമ്പോൾ തന്നെ നേരത്തെ രേവതി സമ്പത്തിൻ്റെ ആരോപണമുണ്ട്. മറ്റു പലരും അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംശയ നിഴലിലായിരുന്ന ഒരു വ്യക്തി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാവിയിലേക്കുള്ള സൂചന തന്നെയായിരുന്നു. അതിൻ്റെ സ്വാഭാവികമായ പരിണതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ പരാതി വീണ്ടും വരികയും സിദ്ദിഖിനെതിരെ നിയമ നടപടി ആലോചിക്കേണ്ട സാഹചര്യം വരികയും ചെയ്തു. കൗണ്ടറായി സിദ്ദിഖ് DGPക്ക് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ ആരോപണ വിധേയം ചെയ്യുന്നത് പോലുള്ള പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖ് മാറുമ്പോൾ ആരാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യം പല തരത്തിൽ ഉയരുന്നുണ്ട്. അതിലൊന്ന്, വനിത ആ രംഗത്തേക്ക് ആ സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് ഈ പ്രതിസന്ധി സാഹചര്യത്തെ മറികടക്കാൻ. മറ്റൊന്ന്, പ്രശസ്തരായ സമൂഹം വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾ വരണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജഗദീഷിനെ പോലെ ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അനിവാര്യമായ സാഹചര്യത്തിൽ ഇടപെട്ട് കൈകാര്യം ചെയ്ത പ്രതികരണം നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ജഗദീഷിനെ പോലുള്ള ആളുകൾ വരണം എന്നുള്ളതാണ്. ജഗദീഷ് വൈസ് പ്രസിഡൻ്റാണ്. ജഗദീഷിൻ്റേതായി പറയപ്പെടുന്ന ഒരു പ്രശ്നം, ജഗദീഷ് തിരുവനന്തപുരത്താണ് താമസം. പക്ഷേ കൊച്ചിയിലാണ് അമ്മയുടെ ആസ്ഥാനം. നിരന്തരമായ ഇടപെടലിന് പരിമിതി ഉണ്ടാകും. ജഗദീഷിനും അത്തരത്തിലുള്ള ഇപ്പോൾ വ്യത്യസ്തമായ റോളുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനത്തിലേക്ക് സമയം ചെലവഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു വാർത്ത. മറ്റൊന്ന്, ജയൻ ചേർത്തല എന്ന് പറയുന്ന സീനിയറായ ഒരു നടനാണ് ഈ എക്സിക്യൂട്ടീവിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആൾ. പക്ഷേ ജയൻ ചേർത്തലയ്ക്കെതിരെയും കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉയർന്നു വന്നു. അദ്ദേഹം വെർബലായി ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ക്ലീൻ ഇമേജ് എന്നൊരു സ്ഥിതിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഈ സാഹചര്യത്തിൽ സ്ത്രീകളെ ആരെങ്കിലും ഏൽപ്പിക്കാമോ എന്നുള്ളതാണ്. ഇപ്പോൾ എക്സിക്യൂട്ടീവിലിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജോമോള് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം വിവാദമാവുകയും അത്തരത്തിൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവിന് സാഹചര്യം ഒരുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. മറ്റൊരാൾ അനന്യയാണ്. അനന്യയെ പോലുള്ള നടിമാരെ ഇങ്ങനെ കൊണ്ടുവരാൻ തയ്യാറാകുമോ AMMA നേതൃത്വം എന്നുള്ളതാണ് വേറൊരു കാര്യം. അതേസമയം ബാബുരാജാണ് പ്രധാനപ്പെട്ട, സ്വാഭാവികമായി ജനറൽ സെക്രട്ടറി ആകേണ്ടിയിരുന്ന ഒരാൾ, രാജിവെക്കുമ്പോൾ ആകേണ്ടിയിരുന്ന ഒരാൾ. എന്നാൽ ബാബുരാജിനെതിരെ അതിഗുരുതരമായ, ഇതുവരെ വന്ന ആരോപണങ്ങൾ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉണ്ടായിരിക്കുന്നത് ബാബുരാജിനെതിരെയാണ്. ഈ സാഹചര്യത്തിൽ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആവുന്നത് ആത്മഹത്യാപരമായിരിക്കും AMMA എന്ന സംഘടനയെ സംബന്ധിച്ച്. കാരണം ബാബുരാജിനെതിരെ സ്വാഭാവികമായും പരാതി നൽകി കേസ് നടപടികളിലേക്ക് പോകും. ജാമ്യമില്ലാത്ത കുറ്റമാണ് ചുമത്തപ്പെടുക. അത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ബാബുരാജിനെ ആ സ്ഥാനത്തേക്ക് വരുന്നതിന് ഈ പോലീസ് കേസും അതിൻ്റെ ആരോപണവും, കേസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളും ഒക്കെ തടസ്സമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം AMMA സീനിയർ മെമ്പർമാർ തന്നെ ബാബുരാജിനെതിരെ
സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ശ്വേത മേനോൻ അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നു. മനോരമ ന്യൂസിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ അവർ ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന അഭിപ്രായമാണ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖ് മാറിയതുകൊണ്ട് സിദ്ദിഖിനോട് അനുഭവമുള്ള ആളുകളൊക്കെ ഇനി ഇത്തരം കാര്യങ്ങളിൽ കണ്ണും പൂട്ടിൽ അടിയടിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതേസമയം ശ്വേത മേനോൻ ഒരു വനിതാ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്തരം ആരോപണം ഏറ്റ ആൾ മാറി നിൽക്കണം എന്നുള്ള നിലപാട് വ്യക്തമാക്കി. ശ്വേത മേനോൻ മനോരമയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. ബാബുരാജ് മാറി നിൽക്കുന്നതാണ് ഉചിതം. ആരായാലും ആരോപണം ഉയർന്നാൽ മാറി നിൽക്കണം. ബാബുരാജിനെതിരെ ജനറൽ സെക്രട്ടറി ആകുന്നതിൽ നിന്നും തടയുന്നത് ഇത്തരം ആരോപണമാണ്. ആരാണ് ബാബുരാജിനെ തടയുന്നതെന്ന് ബാബുരാജ് നേരത്തെ എന്നെ ഈ സ്ഥാനത്തേക്ക് വരുന്നതിൽ നിന്ന് തടയാനാണ് ആരോപണം ഉണ്ടാക്കിയത് എന്നുള്ളൊരു ദുഷ്ടലാക്കോടുകൂടി സിനിമാ രംഗത്തെ ആളുകളെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനും ശ്വേതാ മേനോൻ മറുപടി പറയുന്നുണ്ട്. ആരാണ് അദ്ദേഹത്തെ തടയുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയണം. ആരോപണം വന്നാൽ ചിലർ മാറി നിൽക്കുന്നു, ചിലർ മാത്രം മാറി നിൽക്കുന്നില്ല എന്നത് ശരിയല്ല. മറ്റാരുടെയെങ്കിലും പേരിൽ ആരോപണം വന്നാൽ അവർ മാറി നിൽക്കാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ നിയമം? ഇത് ശരിയല്ല എന്നാണ് ശ്വേത മേനോൻ പറഞ്ഞത്. നമ്മളുടെ മുകളിൽ ഒരു കുറ്റം വരുമ്പോ നമ്മൾ മാറി നിൽക്കുന്നത് തന്നെയാണ് ഉചിതം. യുനോ ആൻഡ് എനിക്ക് തോന്നുന്നു ആരാണെങ്കിലും അവർ മാറി നിൽക്കണം. അതാണ്. അല്ലാതെ വേറെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമുക്ക് നിയമം നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ ആൾക്കാർ സീരിയസ് ആയി എടുക്കുള്ളൂ. യുനോ അത് ആരാണെങ്കിലും ഇതിലെന്താ പറയാ, ഒരു സീനിയർ ആക്ടറോ ജൂനിയർ ആക്ടറോ ഒന്നല്ല. ആരാണെങ്കിലും അവരുടെ മുകളിൽ ഒരു ആസ്പെർഷൻ അല്ലാതെ കുറ്റം ഉണ്ടെങ്കിൽ എന്ത് അലിഗേഷൻസ് എന്തുണ്ടെങ്കിലും മാറി നിന്നേ പറ്റൂ. ശ്വേതാ മേനോൻ നേരത്തെ തന്നെ വലിയ തർക്കത്തിലേക്ക് പോയ ഒരു തീരുമാനം എടുത്ത ആളാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അധ്യക്ഷതയായി ഉണ്ടായിരുന്നത് ശ്വേതാ മേനോനാണ്. എന്നാൽ നടൻ വിജയബാബുവിനെതിരെ ലൈംഗിക ആരോപണം ഉയരുകയും അദ്ദേഹം ഒളിവിൽ പോവുകയും പിന്നീട് ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയും ചെയ്ത കാര്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ സമയത്ത് ഇന്റേണൽ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്നുള്ള നിലയിൽ ശ്വേതാ മേനോൻ ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം എന്നാണ് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത്. എന്നാൽ AMMയുടെ നേതൃത്വം അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് ശ്വേതാ മേനോൻ പ്രതിഷേധിച്ച് രാജിവെച്ച ഒരാളാണ്. ഒരു ഇന്റേണലായ ഒരു പ്രശ്നത്തിൽ ഉറച്ച നിലപാടെടുത്ത് അതിൽ നിന്നും രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് ശ്വേതാ മേനോനെ സംബന്ധിച്ച് മുമ്പുണ്ടായിരുന്നത്. അതായത് AMMA ഈ പറയുന്ന സാമൂഹ്യ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായ ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിക്ക് മുമ്പിൽ വന്ന പരാതിയെ പോലും അഭിസംബോധന ചെയ്യാൻ പോലും സമ്മതിക്കാതെ അതിന് മേൽ നടപടി സ്വീകരിക്കാൻ ഇന്റേണൽ കമ്മിറ്റി മുന്നോട്ട് വന്നപ്പോൾ അവരെ പുകച്ച് പുറത്തേക്ക് അടിച്ച ഒരു സംഘടനയാണ് AMMA. അതുകൊണ്ട് ശ്വേതാ മേനോൻ്റെ ആ രാജി സാഹചര്യം ഇപ്പോൾ ഒന്നും കൂടി ഓർക്കുന്നതും നല്ലതാണ്. ഈ സാഹചര്യത്തിലാണ് ശ്വേതാ മേനോൻ ബാബുരാജിൻ്റെ നിലപാടിനെതിരെ അല്ലെങ്കിൽ ബാബുരാജ് മാറി നിൽക്കണം, ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. ബാബുരാജ് ആണെങ്കിൽ എങ്ങനെയും ജനറൽ സെക്രട്ടറി ആവുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ഒരാളുമാണ്. ഏതായാലും ഈ ആരോപണം ഉയർന്നു വന്നതോടുകൂടി ബാബുരാജിൻ്റെ കാര്യത്തിലും AMMA എന്ന സംഘടനയുടെ നേതൃത്വം ഒരു ചുമതല ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് മാറുക എന്ന നടപടിയുമായി മുന്നോട്ട് പോകുക എളുപ്പമല്ല, അതിന് സാധ്യമല്ല. അത്തരത്തിലൊരു സാമൂഹ്യ സമ്മർദ്ദത്തിലേക്ക് അവർ പോവുകയുമാണ്. ഇതാണ് ഈ സംഘടനയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സിനിമാ മേഖലയിൽ മറ്റു പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. നിരവധി പേരുടെ പേരുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരാൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു MLA ആണ്. CPMൻ്റെ MLA മുകേഷാണ്. മുകേഷിനെതിരെ സ്വാഭാവികമായി ഇത്തരം കൂട്ടമായ ആരോപണങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആരോപണം വന്നു എന്നുള്ളതിനപ്പുറത്ത് ഒന്നിലധികം പേർ ആരോപണവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ തന്നെ രൂപീകരിച്ച കമ്മിറ്റിക്ക് മുമ്പിലേക്ക് കൂടി അതിലൊരാൾ പരാതി നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ CPMനും രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആരോപണമായി അത് മാറും. പക്ഷേ CPM പരസ്യമായി ഇതുവരെ മുകേഷിന് വേണ്ടി CPM അണികളോ ആളുകളോ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം രാജിവെപ്പിക്കാനുള്ള നടപടികളിലേക്ക് അവർ കടന്നിട്ടുമില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത്തരം കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. എന്നാൽ CPM അനുഭാവികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ധാരയിൽ വിശ്വസിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ആളുകൾ ഒന്നടങ്കം സ്ത്രീകൾക്കൊപ്പം നിൽക്കണം എന്നുള്ള പക്ഷക്കാരാണ്. അതുകൊണ്ട് മുകേഷിനൊപ്പം അങ്ങനെയൊരു പിന്തുണ ലഭിക്കുന്ന തരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല. മാത്രമല്ല, നേരത്തെ നമുക്കറിയാം രഞ്ജിത്തിൻ്റെ കാര്യം വന്നപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഒന്നാകെ രഞ്ജിത്തിനെതിരെ രംഗത്ത് വരികയും സ്വാഭാവികമായി അദ്ദേഹം രാജിയിലേക്ക് പോവുകയും ചെയ്ത അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഇടതുപക്ഷ പ്രൊഫൈലുകൾക്കും പ്രത്യേക പങ്കുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ
സ്വാഭാവികമായി പാർട്ടി അടിത്തറയിലുള്ള ആളുകൾ പ്രതികരണങ്ങളുമായി അവരുടെ സ്വാഭാവികമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ളതും പാർട്ടിയെ സംബന്ധിച്ചൊരു വഴികാട്ടൽ കൂടിയാണ്. അതുകൊണ്ട് മുകേഷിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന തീരുമാനം ജനങ്ങളെ വെറുപ്പിക്കുന്നതാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള പാർട്ടി അണികൾ. ഇതിൻ്റെ സൂചനയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രതികരണം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഗായത്രി വർഷ എന്ന നടി CPMൻ്റെ അനുഭാവിയാണ്, പാർട്ടി അംഗമാണ്. അവർ പാർട്ടിക്ക് വേണ്ടി നിരന്തരം അടിത്തട്ടിൽ പ്രവർത്തിക്കുകയും യോഗങ്ങളിൽ സംസാരിക്കുന്നതും അതിനുശേഷമുള്ള അവർക്കെതിരായ സൈബർ അറ്റാക്കും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഗായത്രി വർഷ ഇന്ന് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആരോപണ വിധേയർ ആരായാലും, അത് മുകേഷ് ആയാലും വേറെ സിദ്ദിഖായാലും രഞ്ജിത്തായാലും ഏത് പാർട്ടി എന്നുള്ളതിനപ്പുറത്ത് അവർ മാറി നിൽക്കുന്നതാണ്, എന്നിട്ട് അന്വേഷണത്തെ നേരിടുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം അവർ ഇന്ന് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ആരോപണ വിധേയരാവുന്നത് ആരായാലും അവർ ഔദ്യോഗിക പദവികളിൽ നിന്ന് മാറി നിന്ന് തന്നെ അന്വേഷണത്തെ നേരിടണം. അത് ശ്രീ മുകേഷ് എന്നുള്ളതല്ല, ആരായാലും ഏത് പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ നിന്ന് മാറി നിന്ന് തന്നെ ആരോപണത്തെ നേരിടണം. എനിക്കതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയില്ല, കാരണം ഇപ്പോൾ അക്കാഡമി ചെയർമാൻ സ്ഥാനം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാം. പിന്നെ MLA ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ അതിൻ്റെ ലീഗൽ സൈഡ് എന്താണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും തീരുമാനത്തിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വരണം എന്നുള്ളതാണ് ആഗ്രഹവും. ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയോ അല്ലെങ്കിൽ സ്വന്തം കക്ഷിയോ നോക്കാതെ പ്രതികരിക്കുന്ന സ്ത്രീകളും അതോടൊപ്പം അത്തരം പാർട്ടിക്കൂർ വ്യക്തമാക്കുന്ന ആളുകളുമാണ് എല്ലാ പാർട്ടിയുടെയും അസറ്റ് എന്ന് പറയുന്നത്. ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടാകുമ്പോൾ, അത് അരികവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നമാകുമ്പോൾ, സ്ത്രീകളുടെയും ദളിതരെയും ഒക്കെ പ്രശ്നമാകുമ്പോൾ ഒന്നിച്ച് നിൽക്കുക, അത്തരം വിഷയങ്ങളിൽ പ്രശ്നകാരികൾക്കെതിരെ നിൽക്കുക, നിലപാടെടുക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ കൂടി പ്രശ്നമാണ്. എന്തായാലും ഗായത്രി വർഷയുടെ ഒക്കെ നിലപാടിൻ്റെ തുടർച്ച നമുക്ക് പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം. എന്നാൽ മറ്റ് ചിലർ, അമ്മയിൽ സ്വാധീനമുള്ള അത്തരത്തിൽ ഇടപെടുന്ന നിരവധി മറ്റു പല ആരോപണങ്ങൾക്കും വിധേയരാകുന്ന ആളുകൾ അത്തരം നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഞാൻ സുരേഷ് ഗോപിയുടെ പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഇതുവരെ ആർജവത്തോട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം വലിയ സൂപ്പർ സ്റ്റാറാണ്, അമ്മയിൽ ഉള്ള ആളാണ്, ഇടക്ക് മാറി നിൽക്കും എന്നൊക്കെ പറയുമെങ്കിലും നേരത്തെ തന്നെ പല വിവാദങ്ങളിലും സിനിമാ മേഖലയിലെ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ട ആളാണ്. എന്നാൽ ഈ ഹേമ കമ്മിറ്റിയും അനുബന്ധ വാർത്തകളും സുരേഷ് ഗോപിയെ വല്ലാതെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അവിടെയും രാഷ്ട്രീയമായൊരു വഴി തുറന്നിടാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. കാരണം മുകേഷിൻ്റെ മേലെ ചാരിയിട്ടാണ് അദ്ദേഹം ഈ ആരോപണങ്ങളെ മുഴുവൻ നേരിടുന്നതും തൻ്റെ ഉള്ളിലെ രോഷം മുഴുവൻ പ്രകടിപ്പിക്കുന്നതും. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും അതൊക്കെ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് നടത്തിയ രോഷപ്രകടനം കാണേണ്ട സംഭവമാണ്. അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാനിതൊരു നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ലേ? ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? ചോദിക്കൂ. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ്. ഇല്ലില്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിന് തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ, കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ്. കോടതി പറയും. എന്താ പറഞ്ഞ? നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കയറ്റാതെ. നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ചുരുക്കത്തിൽ സിനിമയിലെ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകർ ഒന്നാകുകയും ഇത്തരം പ്രശ്നം വരുമ്പോൾ ഉറച്ചു നിൽക്കേണ്ട ഒരു ഭാഗത്ത് നോക്കാതെ എതിർ മൂല്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന പല മുഖങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു സിനിമാ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയല്ല സാമൂഹ്യ മുന്നേറ്റത്തിന് അടിസ്ഥാനമായി പ്രവർത്തിക്കുമ്പോൾ അവർ ചെയ്യേണ്ടത്. ഒരുപക്ഷെ WCCയുടെ നേതൃത്വത്തിലുള്ള കുറേ സ്ത്രീകൾ രണ്ടും കൽപ്പിച്ച് അനീതിക്കെതിരെ പോരാടാൻ ഇറങ്ങി തിരിച്ചിരുന്നില്ല എങ്കിൽ ഇന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയേനെ. അതിനനുസരിച്ചിട്ടുള്ള കറക്ഷണൽ മെത്തേഡ് സ്വീകരിക്കും
സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയും തുടർച്ചയുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം മാറ്റിവെച്ചതിലെ വീഴ്ച ഒഴിച്ചാലുള്ള നടപടികൾ തുടർച്ചയായി ആരോഗ്യകരമായി തന്നെ മുന്നോട്ട് പോയി. ഇനിയും അങ്ങനെ പോവുക എന്നുള്ളതാണ് പ്രധാനം. അന്വേഷണത്തിനായി സംഘത്തെ രൂപീകരിച്ചത് അതിലെ വലിയൊരു ചുവടുവെപ്പാണ്. അതിൻ്റെ ധൈര്യത്തിൽ പലരും തങ്ങളുടെ അഭിപ്രായം പുറത്തു പറയാൻ തയ്യാറാകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് AMMA എന്ന് പറയുന്ന താരസംഘടന നേതൃത്വത്തിൽ നിൽക്കാൻ ആൾ പോലും ഇല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത്. മോഹൻലാൽ പോലും എക്സിക്യൂട്ടീവ് യോഗത്തിന് പോലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് യോഗം മാറ്റിവെക്കുന്ന അവസ്ഥയാണ്. ഇത്രമാത്രം മനുഷ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ എന്തിനാണ് അത്തരം മുൻനിര നടന്മാരും സംവിധായകരും അല്ലെങ്കിൽ നടന്മാരുടെ മറ്റ് കാര്യങ്ങൾ സഹായം നൽകുന്ന കൂടെ നടക്കുന്ന ആളുകളൊക്കെ പെട്ടിപ്പേറുന്ന ആളുകളൊക്കെയായി ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അവരുടെ ഇമാതിരി നിലപാട് നല്ലവരായ നിരവധി സിനിമാ പ്രവർത്തകരുടെ പോലും പേരിന് ദോഷമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഇനി തിരിച്ചറിഞ്ഞാലും അവന്മാരും കൂടി നാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെ പ്രതിസന്ധിയിലാവുന്ന ജനറൽ സെക്രട്ടറി മാറിയാൽ പകരം വെക്കാൻ 1, 2, 3 ആളെ നോക്കിയാൽ പോലും എല്ലാവരും ഇമാതിരി കക്ഷികളാണ് എന്ന് ആരോപണങ്ങൾ നേരിടുന്ന ആളുകളാണ് എന്ന തോന്നലുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇനി ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ജഗദീഷും തയ്യാറാവുന്നില്ലെങ്കിൽ വേറെ ആരും കിട്ടുന്നില്ലെങ്കിൽ ദിലീപിനെ പിടിച്ചിട്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറിയോ വേണമെങ്കിൽ മോഹൻലാൽ ഒഴിഞ്ഞ് ചെയർമാൻ തന്നെ ആക്കാവുന്നതാണ്. കാരണം ഒരു സംഘടന എന്നുള്ള നിലയിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കാനോ തങ്ങളുടെ കൂട്ടത്തിലുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ ഉൾപ്പെടുന്ന പ്രതിസന്ധിയിൽ അവർക്ക് ഒരു കൈത്താങ്ങാകാനോ കഴിയാതെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ ഭാവിയിൽ ഒരു സിനിമ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, കറക്ഷണൽ മെത്തേഡുകൾ സ്വീകരിക്കാനുള്ള ചിന്ത കൂടി നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അത്തരം ശുഭകരമായ പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.